ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു സമയം പോലും കുറച്ചധികം സ്ട്രഗിൾസിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളിവിടെ വളരെയധികം പ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പോസിറ്റിവിറ്റിയും സന്തോഷവുമൊക്കെ നിങ്ങൾക്ക് കൊണ്ടുതരുന്നൊരു കാര്യമാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രസന്റ് മൂമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും വളരെ ബിസി ആയിരിക്കും നിങ്ങൾ ഈ ഒരു സമയം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ കുറേയധികം ആളുകളും ഇവിടെ വളരെ കാലമായി ഒരു കാര്യത്തിന് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം ലഭിക്കാനായിട്ട് നിങ്ങളിവിടെ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരുപക്ഷെ ഒരു റിസൾട്ടും വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണാൻ പറ്റാത്ത വിധം കടുത്ത വിഷമത്തിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പുതിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഒരു പുതിയ വാർത്ത, അല്ലെങ്കിൽ ഒരു മെസ്സേജോ, അല്ലെങ്കിൽ ഒരു പുതിയ ക്രിയേറ്റീവ് ഐഡിയ, ഇതൊക്കെ നിങ്ങളെ തേടിയെത്താൻ പോകുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പ് എന്തായാലും വെറുതെ ആവില്ല. അത് ചില തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അത് നമ്മൾ വരുത്തേണ്ടതാണ്. ഓക്കെ, പിന്നെ ഇവിടെ രണ്ടാമതായി വന്നിട്ടുള്ളത് 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ ഒരുപാട് വളരെയധികം സുരക്ഷിതമായിട്ട് തന്നെ ഒരുപാട് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ പുറത്തുള്ള ഒരു സിറ്റുവേഷനും അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങളുടെ സോള് അത് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സോളാണ്. അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു സമയം പ്രാണായാമം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ കണ്ടെത്താൻ നിങ്ങളൊന്ന് ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കുറേ ആളുകൾക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരം ഇവിടെ റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. നന്നായിട്ടൊന്ന് നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു എനർജി തന്നെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് വളരെ സ്പീഡിൽ നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ കുറേ കാലം കൊണ്ട് വേണ്ടാന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ അത് ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ വളരെ സ്പീഡിൽ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നിങ്ങളെ വളരെ വേഗത്തിൽ ഒരു വ്യക്തി നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ
നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 3 ഓഫ് കപ്സിന്റെ എനർജി ഉള്ളത് കണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം. പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും സുഹൃത്തുക്കള് കുറേ കാലത്തിന് ശേഷം നിങ്ങളെ കാണാൻ വരുന്നതാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്യുന്നത് ഈ ഒരു സമയം നല്ലതായിരിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ അത് പാസ്റ്റിൽ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ അത് ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്യുക. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമാണോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊരു മാറ്റമാണ്. ഒരുപക്ഷെ നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ മാറ്റുന്നതായിരിക്കാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മാറ്റം കാണുന്നുണ്ട്. ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക്. ഇതിൽ കുറേ ആൾക്കാർക്കും നിങ്ങൾക്കൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളൊരു ആവേശത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ആവേശത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് കാണാതിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെ ഈ സമയം നിങ്ങൾക്ക് കാണാനുള്ളൊരു ത്രില്ലായിരിക്കാം. നിങ്ങൾ അവിടേക്ക് പോകുന്നുണ്ടാവാം ആ ഒരു വ്യക്തിയെ കാണാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോകാനുള്ള ത്രില്ലിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മടിയൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ വളരെ സ്പീഡിൽ ചെയ്തു തീർക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത്തരത്തിൽ ചെയ്തു തീർക്കാനുള്ളൊരു ഉത്സാഹമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും റിയലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണിത്. ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ വരാം. ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മാജിക് പോലെ സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും ഒക്കെ ഒരു ഫലമായിട്ടായിരിക്കണം. അപ്പോൾ ഒരു ലക്കാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്ത കർമ്മഫലത്തിൽ വിശ്വസിക്കുക. മാത്രമല്ല ഈ സമയം നിങ്ങളെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന അത്രയും ഒരു സന്തോഷം നൽകുന്ന ഒന്നിലധികം ഇൻസിഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ സന്തോഷം പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ശുഭവാർത്തയാകാം ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീരുമാനമെടുക്കാനൊക്കെ ഒന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ എനർജിയാണ്. നിങ്ങളുടെ മുന്നിൽ 2 കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിൽ ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് മാത്രം നല്ലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ലവേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു സ്പിരിച്വൽ യൂണിയനാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് ഒരു റീകൺസിലിയേഷനൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായി പിരിഞ്ഞു പോയ ആരെങ്കിലും നിങ്ങൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാകാം അത് ചിലപ്പോൾ സോൾമേറ്റ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇതൊരു ഡിവൈനായിട്ടുള്ളൊരു കണക്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തോന്നലും ഈ ഒരു സമയം നിങ്ങൾക്കും അവർക്കുമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതായത് ഈ സമയം മറ്റേയാളിൻ്റെ മനസ്സിൽ എന്താണ് അത് നിങ്ങൾക്കും വരും. അവരെന്തെങ്കിലും പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളും അനുഭവിക്കും. ഇത് തിരിച്ചും അങ്ങനെ തന്നെയാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു യൂണിയനാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട്
ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റാരുമാകാം. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരാകാം ഈ ഒരു സമയം ആ ഒരു പിണക്കം മാറി നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവർ നിങ്ങളെ കാണാൻ വരുന്നതുമാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വിട്ടുകളയുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ വേണ്ടാത്ത പഴയ ഓർമ്മകളാകാം, ഒരു കാലത്ത് എപ്പോഴോ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, അത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചു പോകുന്നതായിരിക്കാം. അതിലെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുന്നതുമാകാം. കുറേ കാര്യങ്ങൾ ഇനി അത് പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വിചാരിച്ച് നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക, നമ്മളത് പൂർണ്ണമായും വിട്ടുകളയുക. അത് പഴയ ശീലങ്ങളാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ നിരാശകളാകാം, ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയുക എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കേജസ് ഒക്കെ വരുന്നത്, ഇപ്പോൾ നമ്മുടെ ജോലിസ്ഥലത്തായാൽ പോലും നമ്മുടെ ആ ഒരു ഭാഗ്യത്തെ ഇല്ലാതാക്കി കളയുന്നതും എല്ലാം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം നമുക്ക് ആ ഒരു കാര്യത്തിന് വേദനയൊക്കെ തോന്നാം, പക്ഷെ എന്നാലും ഇതെല്ലാം തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ചില ചിന്തകൾ, ഇതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു പ്രണയ അഭ്യർത്ഥനയൊക്കെ ആയിട്ടൊരു വ്യക്തി വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രണയം അത് വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കിത് ആരോടെങ്കിലും തോന്നുന്നതുമാകാം. ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമോഷൻ തോന്നുന്നതാവാം. കൂടുതലും നിങ്ങളോടോ ആ വ്യക്തിയോടോ ഉള്ളൊരു ഫിസിക്കൽ അട്രാക്ഷനാണ് ഈ ഒരു പ്രണയത്തിൻ്റെ പിന്നിലുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് അതിൽ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടോ ഒക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ടോ ഒക്കെ ഉള്ളൊരു യാത്ര അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കുറേ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ കാലം കൊണ്ട് അടഞ്ഞിരുന്ന് ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന് ഒന്ന് ഉൾവലിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഈ സമയത്തൊന്ന് പുറത്തു പോകേണ്ട അവസ്ഥയുണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊന്ന് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കാം ഉള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ ബ്രേക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിൽ കൂടുതലും ആൾക്കാർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത, നിങ്ങൾക്ക് എനർജി തരുന്ന ഒരു വാർത്ത ഈ സമയം കേൾക്കാം എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഈ സമയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു റീയൂണിയൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിൽ നിങ്ങൾക്കൊരു ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുകളിലായിട്ട് 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അത് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുന്നോട്ട് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ്. ഇതിൽ കുറേ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. കുറേ ആൾക്കാർക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതുമാകാം. മാത്രമല്ല ഒരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെയൊക്കെ ബിസിനസ്സിൽ കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാകാം. അല്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരിൽ നിന്നും ഒരു ഗൈഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം.
ഒരുപക്ഷെ അതിനുവേണ്ടി ഒരു യാത്ര നിങ്ങൾ പോകുന്നതുമാകാം. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യത്തിന് ഫലം കാണാൻ തുടങ്ങുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ കുറേ സിഗ്നലുകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹീലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരോ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ, ഇവരൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു മുറിവുകൾ സുഖപ്പെടുത്തുന്ന ഒരു സമയമാണിത്. അത് നിങ്ങൾക്ക് തന്നെ ഈ ഒരു സമയം മനസ്സിലാകുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ആ ഒരു തലോടൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. കുറേ വേദനകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവാം. അതൊക്കെ മാറി ചില ആൾക്കാർക്ക് ഒന്ന് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷമായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു ചിരിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. കാരണം ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒക്കെ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വെളിപ്പെട്ട് വരുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ അത് നിങ്ങളെക്കുറിച്ചാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ചില നിങ്ങളുടെ കൂടെയുള്ള മറ്റു ചില വ്യക്തികളെക്കുറിച്ചാവാം. അപ്പോൾ കൂടുതലും ഇത് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള തോന്നലുകളൊക്കെ ഈ ഒരു സമയം വന്നേക്കാം. അതായത് മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ, എന്തൊക്കെയോ ഒരു പ്രത്യേകത എന്നിലുണ്ട്, എന്തൊക്കെയോ നിഗൂഢമായ കഴിവുകൾ നിങ്ങൾക്കുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ്. ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയുള്ള ആൾക്കാർ ഒരു ഹൈലി ഇൻറ്റ്യൂട്ടീവായ ആൾക്കാരാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് പ്രത്യേകിച്ചും ഫെമിനിയൻ എനർജി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയം നിങ്ങളെ വിട്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി അത് വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറി ശരിക്കും വളരെ ക്ലിയർ ആയ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ പൈസയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിലൊക്കെ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇതിൽ കുറച്ച് ആളുകൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാമായിട്ടിരുന്ന് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ചെയ്യുവാനൊന്ന് ശ്രമിക്കുക. ആദ്യം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അവിടുന്ന് തീർച്ചയായിട്ടും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു ട്രാവലാണ് കാണാൻ കഴിയുന്നത്. പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾ ട്രാവൽ ചെയ്തു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്തിരുന്ന കാര്യത്തിനുള്ള ഫലം അത് കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളതാണ്. ഒരു ബിസിനസ്സാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. കുറേ ആൾക്കാർ ഇവിടെ ഒരു യാത്ര പോകുന്ന എനർജി തന്നെയാണ്. അതായത് പൈസ സംബന്ധമായി ഒരു യാത്ര നിങ്ങൾ ചെയ്യുന്നതാവാം. കുറേയധികം കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ ബാധ്യതകളൊക്കെ അവസാനിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല വീടുണ്ടാക്കാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റും, ഏറ്റവും നല്ല ജോലി കിട്ടും,
നമുക്ക് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുക, നന്മ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കപ്പെടുന്നൊരു എനർജിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളെ അബൻഡൻസിലേക്ക് നയിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങളെ വലിയ രീതിയിലുള്ള ഒരു സക്സസിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളിലേക്ക് ഒരു അധികാരം വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്കൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമായിരിക്കാം. അതിലായിരിക്കാം നിങ്ങൾക്ക് പുതിയൊരു തുടക്കമിടാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിട്ടുകളഞ്ഞൊരു കാര്യമായിരിക്കാം ഇത്. സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച ഒരു കാര്യമായിരിക്കാം അത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ചില ആളുകൾ പുതിയൊരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ ചില കാര്യങ്ങൾക്കുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കുറച്ചുകൂടി പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റക്കായിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു സ്റ്റക്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിന്തിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നഷ്ടമൊക്കെ മാറി ലാഭങ്ങളാക്കാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയം എത്തിച്ചേരുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ ഇവിടെ അവസാനിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അബൻഡൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട് ആരോ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട്. കാരണം ഇത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കാം. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാവാം. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ട്രോമയെല്ലാം മാറും. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ ഒരു സമയം നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പുതിയ വ്യക്തികൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഈ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം വന്ന മാറ്റങ്ങൾ, അതായത് പെട്ടെന്നൊരാൾ വന്ന് അപ്പോൾ തന്നെ നമുക്കൊരു മാറ്റം വരണം എന്നല്ല. നമ്മൾ കുറച്ച് ദിവസം, അതായത് ഒരു 41 ഡേയ്സ് നമ്മളൊന്ന് നോക്കുക. ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ വന്നിട്ടുള്ള ആ ഒരു റിസൾട്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം അവർ നമ്മളുടെ കൂടെ ഇനി വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി ഇവിടെ തീരുമാനിക്കണം എന്നുള്ളതാണ്. ഇതിൽ കുറേയധികം കാര്യങ്ങൾ, നിങ്ങൾ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറേയധികം സന്തോഷങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.